ബാങ്ക് ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ളുഹറിനോ അസറിനോ സുബഹിക്കോ മഗ്‌രിബിനോ ഇശായിനോ എപ്പോഴെങ്കിലും ഒരു വഖത്ത് പള്ളിയുടെ മൈക്കിലൂടെ മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കി എത്ര വേണ്ടെന്ന് കൂടി ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വഖത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കി ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പൊക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. പിന്നെയാണോ പള്ളി ജോലിക്ക് ആളെ കിട്ടാത്തത്? ഇഷ്ടംപോലെ ആളുണ്ട്. പള്ളി സെക്രട്ടറി വിളിക്കണം, പള്ളിയിലെ ഖത്തീബ് വിളിക്കണം, ചീഫ് ഇമാമ് വിളിക്കണം, അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം, എല്ലാ ഇമാമികളും വിളിക്കണം. ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സിറാജ് ഉസ്താദ് വിളിച്ചിട്ടുണ്ടോ? ഇനി വിളിക്കലോ, വലിയ പ്രഭാഷകനൊക്കെ ആയിപ്പോയി, ഇനിയിപ്പോ വലിയ പാടാ. ആള് പാവട്ടോ, ബാങ്കൊക്കെ വിളിക്കും. ഉസ്താദ് ഉസ്താദൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തടസ്സം പിടിക്കുമ്പോഴേ വിളിക്കും. അല്ലാതെ ഇപ്പോഴും അട്ടക്കുളങ്ങര പള്ളിയിലെ ഇമാമായിട്ടിരുന്നപ്പോഴും ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട്, അസർ നിസ്കാരത്തിന് വെള്ളിയാഴ്ച. അപ്പൊ അതെന്താ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ്, നല്ല കാര്യമാണ്. ബാങ്ക് വിളി ഇത്ര ചെറിയ കാര്യമല്ല. ബാങ്ക് വിളി ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട അന്ന ബിലാൽ ഇബ്നു സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അത്തയാ അഹ്ല ബൈത്ത് മിനൽ അറബി ഫഖതബ. അറബികളിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ചുകൊണ്ട് കടന്നു ചെന്ന അവിടുത്തെ പെൺകുട്ടികളെ അവരെ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. സുഹൈബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചവിട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദീനാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് പറയില്ല, ഞാനത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പോഴേ അവർ തരും, പക്ഷേ ഞാൻ പറയാത്തത് അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഇനി നീ ബാങ്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും, ഇന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെണ്ണുകൂടെ കൂടും. കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല, അറച്ചിലും വെറുപ്പൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്. ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ? അതൊരു പള്ളിയിലെ മേലിയാരാണ്, അത് ശരിയാവും, നമുക്കത് ശരിയാവില്ല. ഇന്ന് പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവേ, ഒരു ചെറുപ്പക്കാരനോട് ഫോണ് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്, അവനോട് അവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത്ര, എടാ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നിന്നെ പോലെ അല്പസ്വല്പം ബിയറൊക്കെ അടിക്കുന്നവനും മതിയെന്ന്. ഇന്ന് പെൺകുട്ടികൾ കലാനിഷ്ടം, അല്പമൊന്നും മിനുങ്ങുന്നവൻ മതി എന്നാണ് പറയാ. മാഹിത്തെ പെമ്പുളരെ കണ്ടുക, ചൊക്ലീത്തെ പെമ്പുളരെ കണ്ടുക, കണ്ടിട്ടില്ലേ? വാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് 17കാരിയുടെ പാട്ട്. ആ പെൺകുട്ടി എന്നെ വിളിച്ചു, സിറാജ് ഉസ്താദിനെ വിളിച്ച് കുറേ കൊടുത്തു. സിറാജ് ഉസ്താദ് പറഞ്ഞു, നിനക്ക് പറ്റിയ നമ്പർ ഞാൻ തരാം, ഉസ്താദ് ബാക്കയെ വിളിച്ചാൽ നിന്റെ മാഹിത്തെ പെണ്ണൊക്കെ ഇപ്പൊ കബൂലാക്കി തരുന്നു. അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട്, സംഭവമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോണിലൂടെ സംസാരിച്ചു. നാദാവൃത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ വീട്ടിൽ വരണം, പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി ഈ മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അലം, എന്താ ഒന്നും എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരു പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനാകാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വളരെ പുണ്യമാണ്. ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞു പോകുന്ന ബാങ്ക്, കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് എവിടെ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെന്നറിയാം. കേട്ടാൽ കരഞ്ഞു പോകും. എവിടെന്നാ? മക്കയിൽനിന്നാണോ? മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ, പിന്നെ എവിടെ നിന്നാണ്? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ കനവിൽ വരാത്തതെന്താ? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗക്കിൻ നിറദീപമേ ആരേ കനവിൽ വരാത്തതെന്താ? ലോകത്തെവിടെ നിന്നുകൊണ്ട് ബാങ്ക് കേട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, മസ്ജിദുൻ നബവിയുടെ മിനാരത്തിലൂടെ മുത്ത് റസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ധ്വനികൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട്
മസ്ജിദുൻ നബവിയുടെ അകത്തളത്ത് നിന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ അതിന്റെ മുനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്ക് വിളിക്കുമ്പോ കരയാതെ കേട്ടു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തോ ഒരു രസമാണ്, എന്തോ ഒരു സുഖമാണ്.